ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്കയെ കോടതിയിൽ വിസ്തരിച്ചാൽ അഡ്വക്കേറ്റ് ആരതി വർമ്മ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും. ആറ്റുവാശ്ശേരി ദേവനാരായണന്റെയും യശോദയുടെയും മകൾ പ്രിയങ്ക ഹാജരാവേണ്ടതാണ്. യുവർ ഓണർ, പ്രിയങ്ക മരിച്ചു എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൊല്ലപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് വ്യക്തമാക്കാൻ അന്നേ ദിവസം ആ പരിസരത്ത് തമ്പടിച്ചിരുന്ന നാടോടി സംഘത്തിലെ ഒരംഗത്തെ കോടതിയിലേക്ക് വിളിക്കാൻ ഉത്തരവുണ്ടാകണം. കൊല്ലപ്പെട്ട മല്ലിയുടെ അമ്മ ചെമ്പകം ഹാജരാവേണ്ടതാണ്. ഉങ്ക പേരെന്നാ? ചെമ്പകം. മകളുടെ പേര്? മല്ലി. നിങ്ങളുടെ മകളെ കാണാതായി എന്ന് പറയുന്നത് സത്യമല്ലേ? ആമാ, നിജന്താ. യുവർ ഓണർ, ഈ നിൽക്കുന്ന ചെമ്പകത്തിന്റെ മകളാണ് അന്ന് കത്തിക്കരിഞ്ഞു പോയ ആ പെൺകുട്ടി. അങ്ങനെ ഒരു പെൺകുട്ടിയെ തന്റെ നിർദ്ദേശപ്രകാരം ആരും ചുട്ടുകൊന്നിട്ടില്ല എന്ന് ചന്ദ്രശേഖരൻ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിഞ്ഞിരുന്ന ചന്ദ്രശേഖരന്റെ കൂട്ടാളികളെ വീണ്ടും ഒരിക്കൽ കൂടി കോടതിയുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുകയാണ്. ചന്ദ്രശേഖരൻ കോടതിയിൽ പറഞ്ഞത് നിങ്ങളെ ഒരു കർത്തവ്യവും അദ്ദേഹം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ നടത്തിയ കൊലപാതകം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയതെന്നാണ്, അല്ലേ? അതിൽ ചന്ദ്രശേഖരന് പങ്കില്ല, അല്ലേ? അത് തെറ്റാണ്. ഞങ്ങളോടൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് പൂട്ടിയിടുകയും ചെയ്തു. ആ പെൺകുട്ടി പ്രിയങ്കയല്ലേ? അതെ. അന്നവിടെ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഒരു പെൺകുട്ടിയെ ചുട്ടെരിച്ചു കൊന്നത് സത്യമല്ലേ? സത്യമാണ്. അത് നിങ്ങൾ പൂട്ടിയിട്ടു എന്ന് പറയുന്ന പ്രിയങ്കയല്ലോ? അല്ല, മറിച്ച് തൊട്ടടുത്തുള്ള നാടോടി സംഘത്തിലെ പെൺകുട്ടിയാണ്. അതെങ്ങനെ സംഭവിച്ചു? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. യുവർ ഓണർ, പ്രിയങ്ക ജീവനോടെ തിരിച്ചെത്തിയെങ്കിലും ചന്ദ്രശേഖരന്റെ പേരിലുള്ള കൊലപാതക കുറ്റം ഇപ്പോഴും തെളിയിക്കുന്നതാണ് ഇവരുടെ വാക്ക്. നാടോടിയായ ഒരമ്മ സ്വന്തം മകളുടെ മരണത്തിന് നീതി തേടിയാണ് ഇപ്പൊ ഈ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നത്. സാമൂഹിക ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ അമ്മയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ചന്ദ്രശേഖരൻ കൊലപാതകിയാണ് എന്ന നില തുടരേണ്ടതുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എതിർഭാഗം വക്കീലിന്റെ വാക്കുകൾ കേട്ടാൽ ചന്ദ്രശേഖരൻ തന്നെ പ്രതിയായി കൊള്ളണമെന്ന് അവർക്ക് നിർബന്ധമുള്ളതുപോലെയാണ്. പ്രിയങ്കയ്ക്ക് പകരം മരിച്ചത് ഈ സ്ത്രീയുടെ മകളാണെന്ന് അഡ്വക്കേറ്റ് ആരതി വർമ്മ പറഞ്ഞു. അതിന് എന്താണ് തെളിവ് യുവർ ഓണർ? ഏതെങ്കിലും രീതിയിലുള്ള ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയാണ് പ്രിയങ്ക. ഇപ്പൊ പ്രിയങ്ക മെന്റലി ഫിസിക്കലി ഓക്കെയാണ്.
പ്രിയങ്കയെ കോടതിയിൽ വിസ്തരിച്ചാൽ അഡ്വക്കേറ്റ് ആരതി വർമ്മ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും. ആറ്റുവാശ്ശേരി ദേവനാരായണന്റെയും യശോദയുടെയും മകൾ പ്രിയങ്ക ഹാജരാവേണ്ടതാണ്. കുട്ടിയുടെ പേരെന്താ? പേര് പറയൂ കുട്ടി. മല്ലി. കുട്ടി ശരിക്കും ആലോചിച്ചു പറയൂ. ഈ നിൽക്കുന്ന ചന്ദ്രശേഖരൻ ഏതെങ്കിലും കൊലപാതകം ചെയ്യുന്നത് കുട്ടി കണ്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അമ്മയുടെ കൂടെ വിഗ്രഹം വെക്കാൻ പോയിരുന്നു. പ്രിയങ്ക പ്ലീസ്, കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്രിയങ്കയ്ക്ക് അറിയാം. ഒന്ന് ഓർത്ത് പറയാൻ ശ്രമിക്കൂ. എന്റെ പേര് പ്രിയങ്ക എന്നല്ല, മല്ലീന. യുവർ ഓണർ, മാനസികമായും ശാരീരികമായും ഓക്കെ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ APP ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടത്. പക്ഷേ പ്രിയങ്കയുടെ പെരുമാറ്റത്തിൽ പ്രിയങ്ക മാനസികമായി ഓക്കെ അല്ല എന്ന് വളരെ വ്യക്തമാണ്.